എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എൻ്റെ വ്യൂവേഴ്സിന് ഈ ആഴ്ച യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. അപ്പം എല്ലാവർക്കും ഒരേപോലെ റെസൊണേറ്റ് ആവില്ല. നിങ്ങളുടേതായ മെസ്സേജുകൾ ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ, അല്ലെങ്കിൽ വിട്ടേക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. ഇത് നിങ്ങൾക്ക് വിവാഹ സംബന്ധമായിട്ടോ ജോലി സംബന്ധമായിട്ടോ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് എടുത്ത് അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്ത് തരുന്നതാണ്. പേഴ്സണൽ റീഡിങ്ങിന് ചെറിയൊരു ഫീസ് ഉണ്ട് കേട്ടോ. അത് എൻ്റെ വാട്സാപ്പ് നമ്പറാണ്. പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ ഇതിൽ എന്നെ കോണ്ടാക്ട് ചെയ്യണം. അപ്പം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും ഒക്കെ തന്നാൽ നിങ്ങൾ വിശദമായിട്ട് നോക്കി തരുന്നതാണ്. അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ അതും പറഞ്ഞു തരുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അത് ചെയ്തു തരുന്നതാണ്. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സിന് ഈ ആഴ്ച യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണ്? യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സിന് ഈ ആഴ്ച യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ്. യൂണിവേഴ്സ് ഈ ആഴ്ച എൻ്റെ വ്യൂവേഴ്സിന് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണ്? യൂണിവേഴ്സ് ഈ ആഴ്ച എൻ്റെ വ്യൂവേഴ്സിന് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണ്? യൂണിവേഴ്സ് ഈ ആഴ്ച വ്യൂവേഴ്സിന് നൽകുന്ന മെസ്സേജസ്. ഈ ആഴ്ച വ്യൂവേഴ്സിന് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണ്? യൂണിവേഴ്സ് ഓക്കെ, ഈ ആഴ്ച വ്യൂവേഴ്സിന് നൽകുന്ന മെസ്സേജസ് ഒക്കെ എന്താണ്? യൂണിവേഴ്സ് ഈ ആഴ്ച വ്യൂവേഴ്സിന് നൽകുന്ന മെസ്സേജസ് എന്താണ്? ഈ ആഴ്ച വ്യൂവേഴ്സിന് നൽകുന്ന മെസ്സേജസ് എന്താണ്? യൂണിവേഴ്സ് ഈ ആഴ്ച എൻ്റെ വ്യൂവേഴ്സിന് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണ്? യൂണിവേഴ്സ് ഈ ആഴ്ച എൻ്റെ വ്യൂവേഴ്സിന് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണ്? യൂണിവേഴ്സ് ഈ ആഴ്ച വ്യൂവേഴ്സിന് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണ്? യൂണിവേഴ്സ് ഈ ആഴ്ച എൻ്റെ വ്യൂവേഴ്സിന് നൽകുന്ന മെസ്സേജസ്. ഈ ആഴ്ച എൻ്റെ വ്യൂവേഴ്സിന് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണ്? യൂണിവേഴ്സ് 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 ഈ ആഴ്ച എൻ്റെ വ്യൂവേഴ്സിന് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണ്? ഈ ആഴ്ച എൻ്റെ വ്യൂവേഴ്സിന് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണ്? അപ്പോൾ കാർഡ് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് പേർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, ബാക്കിയൊക്കെ നല്ല കാർഡുകൾ വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാ വീട്ടിലും നിങ്ങളുടെ ഒരു എല്ലാ കാര്യങ്ങളും നോക്കി, കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യുന്ന ഒരാളാണെന്നാണ് നിങ്ങൾ പറയുന്നത് കേട്ടോ. വീട്ടിലൊരു ടോപ്പായിട്ടിരിക്കുന്ന ഒരാള്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാള്, നല്ല മനസ്സുള്ള ഒരു ആളാണെന്നാണ് പറയണത്. കുറച്ച് ഗൗരവമൊക്കെ ഉണ്ട്, നല്ല സ്നേഹമുണ്ട്. ഗൗരവം ഉണ്ടെങ്കിൽ നല്ല സ്നേഹമുള്ള വ്യക്തിയാണെന്നാണ് പറയണത്. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് കേട്ടോ. നിങ്ങള് എല്ലാവരെയും കൺട്രോൾ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് നല്ല കഴിവുണ്ട്. നല്ല അടുക്കും ചിട്ടയൊക്കെ ഉള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം തീരുമാനത്തിലും തന്നെ ഉറച്ചു നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ. മറ്റുള്ളവരൊക്കെ നിങ്ങളുടെ ഇതിനനുസരിച്ച്, നിങ്ങളുടെ തീരുമാനത്തിനനുസരിച്ച് മറ്റുള്ളവരെയും കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് നിങ്ങൾക്ക് കേട്ടോ. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾ നന്നായിട്ട് ചിന്തിച്ചിട്ടൊക്കെ ചെയ്യുള്ളൂ. ഒരു ട്രഡീഷണൽ പേഴ്സൺ ആണെന്നാണ് നിങ്ങൾ പറയുന്നത്. ട്രഡീഷണൽ ആയിട്ടുള്ള ആചാരങ്ങളൊക്കെ പിന്തുടരുന്ന ഒരു വ്യക്തി. ഒന്നിനധികം പേടിയൊന്നുമില്ല നിങ്ങൾക്ക്. നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തികളാണ് നിങ്ങളെ വിശ്വസിക്കാവുന്ന ഒരാളാണെന്നാണ് പറയണത്. പിന്നെ നിങ്ങൾക്ക് എന്തപ്പാ, നിങ്ങൾ നല്ല ആൾക്കാർ, നല്ലൊരു വ്യക്തികളാണ് നിങ്ങള്. പക്ഷെ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളായിട്ടൊക്കെ നിങ്ങൾക്ക് ചെറിയ വിഷമങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്.
ഒരു മുറിവേറ്റൊരു വേദന നിങ്ങളുടെ മാതാപിതാക്കളായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വ്യക്തിപരമായ കാര്യങ്ങളിൽ ഒക്കെ എങ്ങനെയെങ്കിലൊക്കെ വേദനകൾ നിങ്ങൾക്ക് കിട്ടാം. ഒരു മുറിവേറ്റ വേദന. നിങ്ങൾക്ക് നല്ല കഴിവുകളുള്ള വ്യക്തികളാണ്, കലാപരമായിട്ടും നല്ല കഴിവുകളുണ്ട്, നിങ്ങൾക്ക് മറ്റുള്ളവരൊക്കെ ഉപദേശിക്കാനൊക്കെ നല്ല കഴിവുള്ള വ്യക്തികളാണ്, മറ്റുള്ളവരൊക്കെ സഹായിക്കാൻ നല്ല മനസ്സുള്ള വ്യക്തികളാണ്, മറ്റുള്ളവരോട് നല്ല സ്നേഹവും സഹാനുഭൂതിയും ഒക്കെ ഉള്ള നല്ല വ്യക്തികളാണ് നിങ്ങൾ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഒരു വിവാഹത്തിന് നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു വിവാഹം നടത്താൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിവാഹത്തിന് സമയമായി എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് പ്രൊപ്പോസൽ വരാം, അല്ലെങ്കിൽ എന്താ വിവാഹം നടക്കുക, അങ്ങനെ നിങ്ങളിലേക്ക് നല്ല കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് വരുന്നത് കേട്ടോ. നിങ്ങള് വളരെ സൗഹാർദ്ദപരമായൊക്കെ പെരുമാറുന്ന വ്യക്തികളാണെന്നാണ് പറഞ്ഞത്. നല്ല ബുദ്ധിയുള്ള ആൾക്കാരാണെന്നാണ്, ഉയർന്ന ചിന്താഗതിയൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് നല്ല ഡീപ്പ് റിലേഷൻഷിപ്പ് ആവുന്ന പറയണത്. നല്ല സ്നേഹമുള്ള നല്ല വ്യക്തികളായിരിക്കും എന്നാണ് പറയണത്. നിങ്ങൾക്ക് സമയമായി, മാരേജിനൊക്കെ നിങ്ങൾക്ക് സമയമായി. ഈ പിന്നെന്താ, നിങ്ങൾക്ക് ആഘോഷങ്ങൾ വരുന്നു, നിങ്ങളുടെ മനസ്സിന് നല്ല സന്തോഷവും സമാധാനവും സംതൃപ്തിയൊക്കെ വരാൻ പോകണം എന്നാണ് പറയണത്. നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവാൻ പോവാണ്. നിങ്ങളുടെ ഫാമിലിയിലൊക്കെ നല്ല സന്തോഷ സമാധാനമൊക്കെ ഉണ്ടാകുമ്പോൾ, നല്ല സൗഹൃദം ഉണ്ടാവാം, നല്ല ഫ്യൂച്ചറിൽ നല്ല ജീവിതം നിങ്ങൾക്ക് പറയുന്നുണ്ട്. അത് മാരേജിന് വീണ്ടും വീണ്ടും മാരേജിന് സമയമായി തന്നെയാണ് പറയുന്നത്. നല്ല സന്തോഷവും സെലിബ്രേഷനും ഒക്കെ നിങ്ങളുടെ ആഘോഷങ്ങളൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്നത് കേട്ടോ. പിന്നെ സൺ കാർഡ് വന്നു. സൺ കാർഡ് എന്ന് വെച്ചാൽ വളരെ നല്ലൊരു കാർഡാണ്. നിങ്ങളുടെ സമയമൊക്കെ മാറി വരണു എന്നാണ് പറയണത്. അപ്പൊ നിങ്ങൾക്ക് ഇനി നല്ലൊരു കാലമാണ് വരുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ സമയമൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് നല്ല സന്തോഷവും സമാധാനം എല്ലാം നിങ്ങളിലേക്ക് നല്ല നല്ല കാര്യങ്ങളാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. എല്ലാത്തിനും നിങ്ങൾക്ക് ഇനി വിജയമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെല്ലാം നിങ്ങൾക്ക് വിജയം വരുന്നു. നിങ്ങളുടെ ജീവിതത്തില് സന്തോഷം വരുന്നു, ഭാഗ്യം വരുന്നു, നല്ല നിങ്ങൾ സ്നേഹിക്കുന്നവർ തമ്മിൽ ഭയങ്കര പ്യൂർ ലവ് ആണെന്നാണ് പറയണത്. നിങ്ങൾ സോൾമേറ്റ് ആയിട്ടുള്ള സോൾമേറ്റ് ആണ് നിങ്ങളുടെ വ്യക്തിയും തമ്മില്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു പുതിയ എന്തൊരു സംരംഭം തുടങ്ങാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് പറയണത്. ഇപ്പൊ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഇപ്പൊ നോ കോണ്ടാക്ട് ഒക്കെ ആണെങ്കിൽ തന്നെ അവര് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ന്യൂ ബിഗിനിങ് പറയുന്നു. ഇനി ലൈഫിൽ നല്ല നല്ല ചേഞ്ചസ് ആണ് വരുന്നത്. എല്ലാവരും സക്സസിന്റെ ഒരു പുതിയ തുടക്കം വരാൻ പോവാണെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇനി പല വിധത്തിലൂടെ പണം വരുന്നു കേട്ടോ വരാൻ പോകുന്ന നിങ്ങളുടെ അടുത്തേക്ക്. നിങ്ങൾക്ക് ഇനി വീടും കാറും പ്രോപ്പർട്ടിയും അങ്ങനെ നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടതായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ നല്ല സമ്പത്തും അഭിവൃദ്ധിയും എല്ലാം ഉണ്ടാവുന്നു കേട്ടോ. പുതിയ പുതിയ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നു എന്നാണ് പറയണത്. നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാവാൻ പോകുന്നതാണ് പറയണത്. ഭാഗ്യം കൊണ്ട് നിങ്ങൾക്ക് എല്ലാ മേഖലകളിലും ഇനി വിജയമാണ് വരാൻ പോകുന്നത്. കഠിനാധ്വാനം കൊണ്ട് നിങ്ങൾക്ക് വിജയം വരുന്നു എന്നാണ് പറയണത് കേട്ടോ. പിന്നെ നിങ്ങൾ ഒരു പുതിയ സംരംഭം ഇപ്പൊ ഉള്ളത് തന്നെ, ഇപ്പൊ ഉള്ള കാര്യങ്ങൾ തന്നെ വീണ്ടും നല്ല രീതിയിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ പുതിയത് എന്തെങ്കിലും തുടങ്ങണോ, ഇപ്പൊ ഉള്ളത് വികസിപ്പിക്കണോ, അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോലി സംബന്ധമായിട്ടൊക്കെ ഇനി നല്ല മാറ്റാണ് വരുന്നത്. സാമ്പത്തിക സ്ഥിതിയിലൊക്കെ നല്ല മാറ്റാണ് വരുന്നത്. നല്ല വളർച്ചയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് കേട്ടോ. നിങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ നിങ്ങൾക്ക് ഒരുപാട് വിജയം ഉണ്ടാവുന്നതാണ് പറയുന്നത്. പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാവും, നല്ല ഉയർച്ച ഉണ്ടാവും. നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കാതെ നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യം കുറച്ച് ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് പറയണത്. നിങ്ങളുടെ കാര്യം തന്നെ വളരെ ശ്രദ്ധിച്ചിട്ട് പോവാം. പൈസ ഉണ്ടാക്കണം, വിജയത്തിന് വേണ്ടി ഒരുപാട് പരിശ്രമിക്കണം, പൈസ ഉണ്ടാക്കണം, അങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് നിങ്ങൾക്കുള്ളത്. പിന്നെ കുറച്ച് കിങ് ഓഫ് ഫണ്ട് ഉണ്ട്. കിങ് ഓഫ് ഫണ്ട് നിങ്ങളൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയാണെന്നാണ് പറഞ്ഞത്. നല്ല എല്ലാ കാര്യങ്ങളെ കുറിച്ച് നല്ല കഴിവുള്ള വ്യക്തികളാണ്. നിങ്ങളുടെ ഐഡിയാസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യിക്കാനുള്ള കഴിവൊക്കെ നിങ്ങൾക്കുണ്ട്. നിങ്ങളെ വിജയം വരിക്കുന്ന ആൾക്കാരാണ്. എല്ലാ കാര്യത്തിലും നല്ല കഴിവും ഉള്ള ആൾക്കാരാണ്. സ്വന്തമായ അഭിപ്രായമൊക്കെ ഉള്ള ആളാണ്. നിങ്ങൾ എന്താണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് ആ ലക്ഷ്യത്തിൽ നിങ്ങൾ എത്തിച്ചേരുന്ന ഒരാളാണെന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ ലക്ഷ്യബോധം
ഒരു ലക്ഷ്യബോധം ഉണ്ട് നിങ്ങൾക്ക്. ആ ലക്ഷ്യത്തിൽ നിങ്ങൾ എത്തിച്ചേരും. നിങ്ങൾക്ക് ദീർഘവീക്ഷണമുള്ള ആൾക്കാരാണ് നിങ്ങളെ. നിങ്ങളെ എന്താണോ ചിന്തിക്കുന്നത് നിങ്ങളെ അതിലെത്തും. പക്ഷെ ഇപ്പൊ ഒരു തേർഡ് പാർട്ടി പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടെന്ന് പറയുന്നത്. തേർഡ് പാർട്ടി ഇപ്പൊ പലതാവാം. ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ വ്യക്തിയാവാം, അല്ലെങ്കിൽ ഫാമിലി ആവാം, അല്ലെങ്കിൽ നല്ല ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ സാമ്പത്തിക ആവാം. എന്താ ഒരു തേർഡ് പാർട്ടി ഉണ്ടെന്ന് പറയണോ. അതൊന്ന് ശ്രദ്ധിച്ചാ മതി. പിന്നെന്താ, കുറച്ച് പേർക്ക് മാത്രം കുറച്ചൊരു ഇതുണ്ട്. വളരെ വളരെ ചെറിയൊരു 5% മാത്രമേ ഉള്ളൂ ഒട്ടാര ചെറിയൊരു ബുദ്ധിമുട്ട്. ഒന്ന് ശ്രദ്ധിച്ചാ മതി. കുറച്ചൊന്ന് എന്താ പറയാ, കഴിഞ്ഞ കാലത്ത് എന്തെങ്കിലുമൊക്കെ ഒരു വഞ്ചന, ഒരു ചീറ്റിംഗ് കിട്ടാ, നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോവാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ആരെങ്കിലും ഒന്ന് അകന്നു പോവാനായിട്ട്, അല്ലെങ്കിൽ ജസ്റ്റ് പോയിട്ടുണ്ടോ, നിങ്ങളുടെ ലൈഫിൽ നിന്ന് ആരെങ്കിലും നിങ്ങൾ ഉപേക്ഷിച്ച് പോവാ, അതൊക്കെ ഓർത്തിട്ട് നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്നാണ് പറയണത്. അപ്പൊ എന്തായാലും അത് ഓർത്തിട്ട് വിഷമിക്കണ്ട. ഇനി ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് സന്തോഷത്തോടെ ഇരിക്കൂ. കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കണ്ടെന്നാണ് പറയണത്. എന്തോ ഒരു ചീറ്റിംഗ് വന്നിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് ആരോ നിങ്ങളെ ഇട്ടിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് പ്രയാസം ഉണ്ടെന്നാണ് പറഞ്ഞത്. കുറച്ച് പേര് കേട്ടോ, ബാക്കി എല്ലാവർക്കും നല്ലതാണ് വരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് എന്നിട്ട് ഒരു റെസ്റ്റ് ആണ് ആവശ്യം. നിങ്ങൾ ആകെ വിഷമിച്ചിട്ടിരിക്കുകയാണ്. ഒരു ഏകാന്തത, വളരെ കുറച്ച് പേർക്ക്, ഒരു 5% പേർക്ക് ഒരു ഏകാന്തത, തനിച്ചിരുന്ന് ഒരുപാട് ചിന്തിക്കുക, ഒരു എന്താ പറയാ പേടിയുണ്ട്, ഒരുപാട് സമ്മർദ്ദമുണ്ട്, ഒരുപാട് ചിന്തിച്ചു കൂട്ടുണ്ട്, മനസ്സിന് ഒരുപാട് ഭാരം അനുഭവപ്പെടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ചില സമയത്ത് ഒരുപാട് എന്താ പറയാ അസ്വസ്ഥത അനുഭവിക്കേണ്ടെന്ന് ചില സമയങ്ങളില്. ഇനി എന്തായാലും നല്ലൊരു മാറ്റം വരുന്നുണ്ട് കേട്ടോ. അത് പിന്നെ പേടിക്കണ്ട. ഇതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി നല്ലൊരു മാറ്റാണ് വരാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ആഴ്ചയാണ് ഇനി വരാൻ പോകുന്നത്. എല്ലാവർക്കും സന്തോഷം. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പേഴ്സണൽ റീഡിങ് വേണ്ടവർ എന്നെ വിളിക്കുക. വാട്സാപ്പിൽ ഈ നമ്പറാണ് എൻ്റെ വാട്സാപ്പ് നമ്പറാണ്. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.